السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് വളരെ വളരെ ഉപകാരപ്രദമായതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ എളുപ്പമുള്ളതുമായ ചില മഹത്തായ അഥവാ ഇസ്മുൽ ആളം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അപരമായ നാമത്തെ കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, 5 വക്ത് നമസ്കാരം നിർവഹിച്ചു, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി സൂക്ഷിച്ച് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും കളവ്, വഞ്ചന, ചതി, വാഗ്ദാന ലംഘനം ഇതൊന്നും ഇല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതം ചിട്ടപ്പെടുത്തി അള്ളാഹുവിനോട് അവൻ്റെ വലിയാക്കി അവൻ്റെ സൃഷ്ടാവാണ് എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യന് ഈ ദുന്യാവുള്ള വസ്തുക്കളും മുഴുവനും അനുകൂലമായി ലഭ്യമാകുമെന്നുള്ളതാണ്. അങ്ങനത്തെ ചില ദിക്റുകൾ, ചില ദുആകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില അമലുകളാണ് നാം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു മനുഷ്യനും സുഹൃത്തുക്കളെ ഈ ലോകത്തേക്ക് വരുന്നത് സത്യാന്വേഷിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു റബ്ബ്, അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരുത്തൻ, അവൻ്റെ ഒരു സംരക്ഷകൻ ഉണ്ട് എന്ന വളരെ ദൃഢനിശ്ചയത്തോടുകൂടെ അവനെ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമത്തോടു കൂടെയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സത്യവും യാഥാർത്ഥ്യവും കണ്ടെത്താത്ത കാലത്തോളം അവൻ്റെ വിശ്വാസവും അവൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും മറ്റെവിടെയോ പോയി അവസാനിക്കുന്നു എന്നതാണ് നമ്മൾക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സംരക്ഷകൻ എന്ന പൂർണ്ണ ദൃഢനിശ്ചയം നമ്മൾക്ക് വേണം. നാം എങ്ങോട്ടും ഓടേണ്ട, നമ്മളെ കാര്യം നമ്മുടെ റബ്ബിനോട് പറയാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ദർബാർ തുറന്നു തരുന്ന ചില കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഇസ്മുൽ ആളം? നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നിങ്ങൾ വിചാരിക്കും ഇത് യൂട്യൂബ് വരുമാനത്തിനൊക്കെയാണ്, അല്ലെങ്കിൽ ദുന്യവിയായ മറ്റു നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. യൂട്യൂബ് വരുമാനമോ അതുമായി ബന്ധപ്പെട്ടതോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശബ്ദം വീക്ഷിക്കുന്നവരും അത് കാണുന്നവരും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് നേട്ടങ്ങൾ, ഗുണങ്ങൾ ദുന്യാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നമ്മൾക്ക് ലഭ്യമാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ആരും പറയാത്തതും കേൾക്കാതെ നമുക്ക് കിട്ടുമല്ലോ. ഇസ്മുൽ ആളം നമ്മളെ സംബന്ധിച്ചാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അപരനാമമാണ് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞത്. അത് അറിയുകയും അതനുസരിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുകയും ചെയ്തിരുന്ന മഹാന്മാര്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരിവിടെ വലിയ വലിയ കറാമത്തുകൾ, വലിയ വലിയ അത്ഭുതങ്ങൾ ഈ ലോകം മുഴുവനും അവർക്ക് അനുകൂലപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. മനുഷ്യനും ജിന്നും 2 വിഭാഗമുണ്ടല്ലോ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാൻ ജിന്ന് ഇൻസ് സമൂഹത്തിനോടെ ചോദിച്ചപ്പോൾ ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മഖാമിക, അങ്ങ് ഈ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഞാനത് കൊണ്ടുവരാമോ. പക്ഷേ ഇസ്മുൽ ആളം അറിഞ്ഞ് അതുകൊണ്ട് ഇബാദത്ത് എടുത്ത് അള്ളാഹുവിനിലേക്ക് അടുത്ത ഏറ്റവും അടുത്ത അള്ളാഹുവിൻ്റെ ഇബാദിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആസിം ബിൻ ബർഖയ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ? അന ആതീക, ഞാൻ കൊണ്ടുവരാം.
ഖബല അൻ യർതദ്ദ ഇലൈക തുർഫുക. ഞാൻ അങ്ങയുടെ നിങ്ങൾ വിചാരിച്ച ആ സിംഹാസനം, ബിൽക്കീസിന്റെ സിംഹാസനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം, നിങ്ങൾ കണ്ണു ചിമ്പിനീച്ചുന്നതിന്റെ മുമ്പ്. അപ്പൊ ഈ അത്രക്കും മഹത്തായ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നതും മഹാന്മാരായ മുഫസ്സിറുകൾ വ്യക്തമാക്കിയതുമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലായിക്കൊണ്ട് ഇസ്മുൽ ആദമിനെ, അതല്ലാത്തതുണ്ട് കേട്ടോ, ഇസ്മുൽ ആദമിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ആയത്തുൽ കുർസിയിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂമായ അല്ലാതെ ഒരു ഇലാഹില്ല. ഇവിടെ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞതാണ് ഇസ്മുൽ ആദം എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്നും ഇത് വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്നാമത്. രണ്ടാമത്തെ സൂചന എവിടെ നിന്നറിയാം? സൂറത്ത് ആലി ഇമ്രാനിലാണ് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവിടെയും പറഞ്ഞ് അള്ളാഹു ആവുന്നത് ലാ ഇലാഹ ഇല്ല ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു ഒഴികെ. മൂന്നാമത്തത് സൂറത്ത് ത്വഹ 111 ആയത്ത് കാണാം. വഅനത്തിൽ വുജൂഹിൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂമായ ഒരുത്തന് മുഴുവനും കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാ മുഖങ്ങളും അള്ളാഹുവിന്റെ കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് അനുസരിക്കാത്ത ഒന്നും ഈ ലോകത്തില്ല. അത് തന്നെ ഈ 3ലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വചനമാണ് ഹയ്യുൽ ഖയ്യൂം. അതുകൊണ്ട് തന്നെ അതിലാണ് ഇസ്മുൽ ആദം എന്ന് പറയുന്നുണ്ട്. അതുപോലെ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് നമ്മൾ പല ദിക്റുകളിലും പറയുന്നതായി കാണാം. അതിലാണ് എന്ന് പറയുന്ന മഹാന്മാരുമുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നാളെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ബാക്കി നിൽക്കുന്ന, ശേഷിക്കുന്ന ഒരു ദിവസത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അവിടെ ദുൽ ജലാലി വൽ ഇക്റാം സൂറത്തുർ റഹ്മാന 27-78 കാണാം. 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലേ? തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അവിടെ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞു. യാ ദുൽ ജലാലി വൽ ഇക്റാം എന്നാണ്. ഇതെല്ലാം പാടെ ഉൾപ്പെട്ട ഒരു പ്രാർത്ഥന. മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് ആ മനുഷ്യൻ നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് എന്ത് പറഞ്ഞു അറിയാം? اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. രണ്ട് നിലക്കുണ്ട്. അൽ ഹന്നാനും മന്നാനും എന്നും ഉണ്ട് കേട്ടോ. രണ്ടും പണി നമുക്ക് ഉപയോഗപ്പെടുത്താം. اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان الحنان. അങ്ങനെ അതില്ലെങ്കിൽ മറ്റേ നമുക്ക് ചെല്ലാം. اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام. രണ്ട് നിലക്കുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗപ്പെടുത്താം. اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ആ സ്വഹാബി ദുആ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതിൽ മഹത്തായ ഇസ്മുൽ ആദമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പ്രാർത്ഥന അല്ലാഹു തആല ഉത്തരം നൽകാതിരിക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ടാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിൽ ഈ 3ഉം ഉൾപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഇത് നമ്മൾ ദായിമാക്കുകയാണെങ്കിൽ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങൾ വെച്ചിട്ടുണ്ട്, ചില വചനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ചില ദിവസങ്ങളിൽ, ചില സമയങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക് ഒന്നിനേക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അള്ളാഹു തആല. അതുപോലെ തന്നെയാണ് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഇത് ഇസ്മുല്ലായെന്നും ഇതിലാണ് എന്ന് ഫലപ്പെട്ടതായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. അള്ളാഹു റസൂൽ പറഞ്ഞതനുസരിച്ച് നമ്മൾ പറയാം. ഇസ്മുല്ലാന്ന് മറച്ചു വെച്ചു. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ അതും മറച്ചു വെച്ചു. എന്തിനു വേണ്ടി? ജനങ്ങൾ അതുമായി പ്രതീക്ഷിച്ച് മാത്രം ഇരുന്ന് അതുകൊണ്ട് അള്ളാഹു തആലയോട് ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ ഇതെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം? സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൻ്റെ ദർബാർ തുറന്നു വെക്കുന്ന, എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം ഉടനെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് തിരിഞ്ഞ് അവരുടെ പ്രാർത്ഥന, അവരുടെ ദുആ, അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താവും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായും ദൈനംദിന ജീവിതം എളുപ്പമാകും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ രാത്രി എണീറ്റു, ഇപ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ നമുക്ക് എണീക്കാം. എണീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തഹജ്ജുദ് എന്ന് പറഞ്ഞ നിസ്കാരമല്ലോ, അത് 2, 4, 8 ഇതൊക്കെ നമുക്ക് നിസ്കരിക്കാം. അതിനെ സംബന്ധിച്ച് തഹജ്ജുദിനെ സംബന്ധിച്ച് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തും അതുപോലെ തന്നെ നിസ്കരിച്ച് ആ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് നിസ്കരിക്കാം. ഏത് സൂറത്തും ഓതാവുന്നതാണ്. ഇനി നിങ്ങൾ അലിഫ് ലാം മീം സൂറത്ത് ആല ഇംറാനിലെ ചില ഭാഗങ്ങൾ ഓതി, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി എന്ന ചില ആയത്തുകൾ ഓതി. അതല്ല മറ്റ് റസൂൽ അതല്ലാത്ത വേറെ ഏത് സൂറത്തുകളും അല്ലെങ്കിൽ ഏത് ആയത്തുകൾ ഓതുകയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എളുപ്പമുള്ളതിനെ നമ്മൾക്ക് ഓതാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന് ദിക്ർ ചെല്ലലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ധാരാളം പറയുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തുൽ ഇബ്രാഹിമിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് ധാരാളം ചെല്ലുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ധാരാളം ധാരാളം. നിങ്ങൾക്ക് ഇഷ്ടമാണ് എണ്ണ പിടിച്ചില്ലാണെങ്കിൽ എണ്ണ ഇല്ലാതെ ചെല്ലുകയാണെങ്കിൽ ചെല്ലിയിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക. കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് പറയാം, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിനോട് ചോദിക്കാനേ, പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കാണ് സകലത്തെ സ്തുതി. എന്നെ തീറ്റിപ്പോറ്റുന്നത് എൻ്റെ എല്ലാ ഓരോ വസ്തുക്കളും, എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരുന്ന നിനക്കാണ് സകല സ്തുതിയും. അല്ലാഹ് നീ എത്ര പരമോന്നനാണ്. നീ ഒരു ഇലാഹില്ല. നീ ആകാശഭൂമിയുടെ സംവിധായകനാണെന്ന് എനിക്കറിയാം. യാതൊരു ജലാലി വലിക്കാം, നീ മഹത്വമേറിയവനും വളരെ വളരെ ബഹുമാനമേറിയവനുമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നമുക്ക് വേണ്ടത് അല്ലാഹുമ്മ ഹസ്വൽ മുറാദി, പടച്ചോനെ എൻ്റെ മുറാദിനെ നീ വീട്ടിൽ തന്നെ. അങ്ങനെ പറയാം. മലയാളത്തിലാണെങ്കിലും മലയാളത്തിൽ ഏത് ഭാഷ അള്ളാഹ്ക്ക് തരും. സുഹൃത്തുക്കളെ, എവിടേക്കും നമ്മൾ നെട്ടോട്ട് ഓടേണ്ടതില്ല. അത് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും ഏതാണെങ്കിലും ദുനിയാവിലും നമുക്ക് ഗുണം, ആഖിറത്തിലും ഗുണം. തീർച്ചയാണ് നിങ്ങൾ കുറച്ച് ദിവസം പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ ഇതൊരു പരീക്ഷണം അള്ളാഹ് സ്വീകരിക്കട്ടെ, സ്വീകരിക്കണമെങ്കിൽ ശരി. അങ്ങനെയല്ല, നമുക്കൊരു ദൃഢനിശ്ചയം വേണം എല്ലാത്തിനും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ മാനസികമായ അവസ്ഥ അനുസരിച്ചുകൊണ്ട്, മാനസികതയിലും അനുസരിച്ചുകൊണ്ട്, നമ്മുടെ ദൃഢനിശ്ചയം അനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം വരെ നമ്മൾക്ക് അനുകൂലമായി നിൽക്കും. അത് അല്ലാഹു സുബ്ഹാനഹു തആല അധീനപ്പെടുത്തരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചോദിക്കാവുന്നതാണ് റബ്ബിനോട്. ഉത്തരം കിട്ടും തീർച്ചയാണ്. നിങ്ങൾ അതുപോലെ ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ അവസാന ഹദീസുണ്ട്,
കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇവിടെ പറഞ്ഞതെന്ന് അറിയോ? ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഒരുത്തൻ ഇതേപോലെ സുബഹിക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം കൂട്ടിയിട്ട് 100 പ്രാവശ്യം അവൻ പറയുകയാണ്. ദുന്യാവ് അവൻ അങ്ങോട്ട് തേടി വരും. അത്രക്കും മഹത്വമേറിയ ദിക്റുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തുകയും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ വീഡിയോ ഞാൻ തന്നതാണ്. അപ്പം ഇന്ന് മുതൽ നമ്മൾ അതൊന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഫസാദായ കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈമാനെ അവൻ സുരക്ഷിതത്വം നൽകട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് നിരവധി രോഗികളും അതുപോലെ ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അവിടെയും നമ്മളുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരട്ടെ. ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.